നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 വർഷത്തിനിടെ 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കാമുകൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. കായിക താരം കൂടിയായ ദളിത് പെൺകുട്ടിയുടെ മൊഴിയിലാണ് ഇലവുംതിട്ട പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പും ചുമത്തും. 6 സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട 64 പേർ പ്രതികളാകുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ 34 ആളുകളുടെ പേരുകൾ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 18 വയസ്സുള്ള വിദ്യാർത്ഥിനിക്ക് 13 വയസ്സ് മുതൽ പീഡനം നേരിട്ടു എന്നാണ് മൊഴി. പ്രക്കാനം വലിയവട്ടം പുതുവൻ തുണ്ടിയിൽ വീട്ടിൽ സുബിൻ, സന്ദീപ് ഭവനത്തിൽ എസ് സന്ദീപ്, കുറ്റിയിൽ വീട്ടിൽ വി കെ വിനീത്, കൊച്ചുപറമ്പിൽ കെ ആനന്ദു, ചെമ്പില്ലാത്തറയിൽ വീട്ടിൽ സുധി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തു. ഇതിൽ സുധി പോക്സോ കേസിൽ ജയിൽവാസം അനുഭവിച്ചയാളാണ്. അച്ചു, ആനന്ദ് എന്നയാൾക്കാർ തിരച്ചിൽ നടത്തുന്നതായും പോലീസ് പറഞ്ഞു. മറ്റുള്ളവരുടെ പേര് വിവരങ്ങളും കുട്ടിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ പോക്സോ ചുമത്തി. ബാക്കിയുള്ള 30 ആളുകളുടെ ഫോൺ നമ്പറുകളാണുള്ളത്. ഇതിൽ കുറെ നമ്പറുകളും കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു. ശേഷിക്കുന്നവ ഫോണിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. പ്രതികളിൽ മിക്കവരും 20-നും 30-നും ഇടയിലുള്ളവരാണ്. പ്രായപൂർത്തിയാകാത്തവരും ഉണ്ടെന്നാണ് സൂചന. 2019 മുതലാണ് പീഡനം തുടങ്ങിയത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ കാമുകൻ ആദ്യം പീഡിപ്പിച്ചത്. പലയിടത്തും കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്നാണ് മൊഴി. പെൺകുട്ടിയുടെ നഗ്ന ചിത്രവും വീഡിയോയും എടുത്ത പ്രതി അത് സുഹൃത്തുക്കളെ കാണിച്ചു. തുടർന്ന് അവരും പീഡിപ്പിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. പന്തളത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലാണ് പീഡന വിവരം കുട്ടി ആദ്യം പറയുന്നത്. അവർ ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിക്കുകയായിരുന്നു. അവർ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കോന്നിയിലെ നിർഭയയിൽ എത്തിച്ച ശേഷം സൈക്കോളജിസ്റ്റ് വഴി വിശദാംശങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. പത്തനംതിട്ട പോക്സോ കേസിൽ 62 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞുവെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകളോട് തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചത്. അവരാണ് തങ്ങളെ പെൺകുട്ടിയെ ഏൽപ്പിച്ചത്. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. അച്ഛന്റെ മൊബൈൽ ഫോൺ വഴിയാണ് പെൺകുട്ടി ആളുകളെ ബന്ധപ്പെട്ടിരുന്നത്. കായിക താരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 5 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത്. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നു. കേസിൽ 8 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 5 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. CWCയുടെ ഗൃഹസന്ദർശന പരിപാടിയിലാണ് 2 കൊല്ലമായുള്ള പീഡന വിവരങ്ങൾ പുറത്തെത്തിയത്. പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും ഒപ്പം പരിശീലനം നടത്തിയവരുമുണ്ട് എന്നാണ് കണ്ടെത്തൽ. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 2 കൊല്ലമായുള്ള പീഡന വിവരങ്ങളാണ് ശിശുക്ഷേമ സമിതി വഴി പോലീസിന് ലഭിച്ചത്. 18-കാരിയായ പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ശിശു സംരക്ഷണ സമിതി നേരിട്ട് പത്തനംതിട്ട SP-ക്ക് കൈമാറിയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ എല്ലാ പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞു. CWCയുടെ ഗൃഹസന്ദർശന പരിപാടിയിലാണ് ഈ പീഡന വിവരങ്ങൾ പുറത്തായത്. 60 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പോലീസിന് കൈമാറി. കോന്നിയിലും റാന്നിയിലും തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലുമായി പ്രതികളുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.